കവിൻ, നിനക്ക് ഈ ചോക്ലേറ്റ് മതിയോ? അവനോട് മതിയെന്ന് മാത്രം ചോദിക്കല്ലേ. മതിയെന്ന വാക്ക് അവന്റെ ഡിക്ഷണറിയിലേ ഇല്ല. ഇപ്പൊ ഇത് മതി, ബാക്കി നമുക്ക് വൈകുന്നേരം വരുമ്പോ വാങ്ങിക്കാം. സൂപ്പർ കവിൻ, എന്റെ ചെല്ലക്കുട്ടി ഇങ്ങനെ തന്നെ ആയിരിക്കണം. എനിക്ക് വേണ്ടടാ, നീ കഴിച്ചോ, ഞാൻ വെറുതെ. മോളെ, മുത്തശ്ശി കൂടി വരാം. അയ്യോ, ഏയ്, എല്ലാം കൊള്ളാവല്ലോ. വിജയ്, എന്റെ ഈശ്വര, എന്താ ഇപ്പൊ ചെയ്യാ? നിനക്ക് ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നില്ലേ? ഇനി എന്തിനാടാ മോഹം വീർപ്പിച്ചോണ്ടിരിക്കുന്നേ? ഇറങ്ങാം അങ്ങോട്ട്, സമയായി. ഒന്ന് വെയിറ്റ് ചെയ്ത് ഇറങ്ങാം. അച്ഛൻ എന്തിനാ ധൃതി പിടിക്കുന്നേ? നല്ല കുട്ടിയായിട്ട് പോയിരുന്നു പഠിക്കട്ടോ. എന്താണോ ഒരു ബൈ പോലും പറയാതെ പോകുന്നത്? അത്രയ്ക്ക് ദേഷ്യമുണ്ടോ നിനക്ക് എന്നോട്? ഒരു മിനിറ്റ് വാ. എന്താ അച്ഛാ? സൂക്ഷിച്ചു പോട്ടോ. ബൈ ബൈ. പോയിട്ട് വരാ. അപ്പൊ നില എന്റെ മോളാണോ? എടി ദ്രോഹി, എന്റെ മോള് മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പൊ അവളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? കുഞ്ഞിനെ എനിക്ക് തരാതിരിക്കാൻ വേണ്ടി നീ നാടകം കളിച്ചാണല്ലേ? 1-ാം നമ്പർ ഫ്രോഡാടി നീ. ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് കരുതി അവസാനം നോക്കുമ്പോ ആ കുഞ്ഞിപ്പോ നിന്റെ കൂടെയാണോ വളരുന്നേ? അവൻ എന്റെ മോനാണോ? ഈശ്വര, ഇത്ര കാലം ഞാൻ എന്റെ ആൺകുഞ്ഞിനെ വിട്ടുപരിഞ്ഞ് എത്രമാത്രം വേദനിച്ചു. ഇപ്പൊ എന്റെ കുഞ്ഞിനെ കണ്ണിൽ കാണിച്ചു തന്നതിന് വലിയ ഉപകാരം. മര്യാദക്ക് എന്റെ കുഞ്ഞിനെ എനിക്ക് തന്നേക്ക്. അതെന്റെ ജീവൻ പോയാലും ഞാൻ സമ്മതിക്കില്ലടി. എന്റെ പൊന്നുമോള് നിലയെ ഇനി നിന്റെ കയ്യിൽ ഞാൻ തരത്തിലടി. ഏയ്, അത് നടക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഞാനതിന്റെ അമ്മ, നീ എന്റെ സ്വന്തം മോനാ. ഏയ്, മര്യാദക്ക് എന്റെ മോന്റെ ദേഹത്ത് നിന്ന് കൈയെടുക്കുക. അവന് വിടാനാ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ വിവരം അറിയുന്ന നീ കൈയെടുക്കടി.